ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് പൂരം നക്ഷത്രത്തെക്കുറിച്ചാണ്. പൂർവ ഫൽഗുനി എന്നും പറയാം. പൂരം പിറന്ന പുരുഷൻ എന്ന് കേട്ടിട്ടുണ്ടല്ലേ? പൂരം നക്ഷത്രത്തിന്റെ 4 പാദങ്ങളും ചിങ്ങം രാശിയിലാണ് വരുന്നത്. ആർക്ക് മുന്നിലും തലകുനിക്കാൻ ഇവർക്ക് ആവില്ല. എവിടെയും ഒരു മേധാവിത്വം വേണം എന്നാഗ്രഹിക്കും. ശുക്രന്റെ നക്ഷത്രമായതുകൊണ്ട് ഇവരെ കാണാൻ ഒരു അട്രാക്ഷൻ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. കർമ്മ ചൊവ്വയാണ്, അതുകൊണ്ട് തന്നെ സാഹസികത ഇവർ ഇഷ്ടപ്പെടും. കർമ്മ നെഗറ്റീവ് ആവുമ്പോൾ ഭയചകിതനായും കണ്ടുവരാറുണ്ട്. കായിക രംഗങ്ങളിൽ ശോഭിക്കുവാൻ ഇവർക്ക് അസാമാന്യ കഴിവുണ്ടാവും. ദേഷ്യം, പിടിവാശി എന്നിവ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ ധ്യാനം പോലെയുള്ള കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയാൽ വളരെ നല്ല രീതിയിൽ ജീവിത ഉയർച്ചയ്ക്ക് ഇത് കാരണമാവും. ദേവത ആര്യമാവ്, മനുഷ്യഗണമാണ്, സ്ത്രീയോനി, ഭൂതം ജലം, മൃഗം ചുണ്ടലി, പക്ഷി ചെമ്പോത്ത്, വൃക്ഷം പ്ലാഷ് ചമത എന്നും പറയാം. അക്ഷരങ്ങൾ മോ, ടാ, ടി, ടു എന്നിവയുമാണ്. ഭാഗ്യ നമ്പർ 2 ഇവരെ ഉപദേശിക്കുന്നത് ഇഷ്ടമല്ല. തെറ്റ് സംഭവിച്ചാൽ സമ്മതിച്ചു തരാൻ അല്പം വിഷമമായിരിക്കും. എല്ലാം അറിയാനുള്ള തീക്ഷ്ണത കൂടുതലായിരിക്കും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതേപടി വിശ്വസിക്കില്ല. അവർക്ക് എന്തിനും ഒരു ലോജിക് വേണമെന്നുള്ളതാണ്. ചൊവ്വ കർമ്മ ഉള്ളതുകൊണ്ട് വിവാഹശേഷം പാർട്ട്ണറോട് നല്ല ബന്ധം പുലർത്തണമെങ്കിൽ ദേഷ്യം, കോപം കൺട്രോൾ ചെയ്യുകയും വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാക്കിയെടുക്കുകയും വേണം. എങ്കിലേ ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ. ചെറിയ കുട്ടികളാണ് പൂരം നക്ഷത്രത്തിലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള കായിക രംഗങ്ങളിൽ അവരെ എൻഗേജ്ഡ് ആക്കണമെന്നത് നിർബന്ധമുള്ള കാര്യമാണ്. അവർക്ക് അതിൽ അതീവ താല്പര്യമുണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഹൈലി എനർജി ഉള്ള ഇവർക്ക് അത് വിനിയോഗിക്കാൻ കഴിഞ്ഞാൽ ദേഷ്യം പോലെയുള്ള ആസുരിക ഭാവത്തെ കൺട്രോളിൽ കൊണ്ടുവരാൻ കഴിയും. സൂര്യൻ, ശുക്രൻ, ചൊവ്വ ഈ 3 ഗ്രഹങ്ങളുടെയും സമന്വയമാണ് പൂരം നക്ഷത്രം. സൂര്യൻ, ചൊവ്വ സുഹൃത്തുക്കളാണ്. ഇതിന് എതിർ സ്വഭാവമാണ് ശുക്രന്. ശുക്രൻ ശാന്ത സ്വഭാവമുള്ള ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ സ്വഭാവത്തിൽ വെളിയിൽ ശാന്ത സ്വഭാവം കാണിക്കുമെങ്കിലും ചൊവ്വയുടെ അവസരവും സൂര്യന്റെ നേതൃത്വവും ഇവർക്ക് ഉണ്ടാവും. ഈ സ്വഭാവങ്ങൾ ഒരു പൂരം നക്ഷത്രക്കാരന്റെ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ ചിങ്ങം രാശിയിൽ ചന്ദ്രൻ മാത്രം വരണമെന്നുള്ളതാണ്. മറ്റുള്ള ഗ്രഹങ്ങളുടെ യോഗമോ ദൃഷ്ടിയോ വരുമെങ്കിൽ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ടാവും. പൂരം നക്ഷത്രം പെൺകുട്ടികളെ അപേക്ഷിച്ച് ആൺകുട്ടികൾക്കാണ് നല്ലത്. ചിങ്ങം രാശി ആയതുകൊണ്ട് ശിവഭഗവാനെയും ശുക്രന്റെ നക്ഷത്രമായതുകൊണ്ട് മഹാലക്ഷ്മിയെയും ചൊവ്വ കർമ്മയിൽ വരുന്നത് കൊണ്ട് ഭദ്രകാളിയെയും പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. 32 വയസ്സിനുള്ളിൽ ജോലി സെറ്റ് ചെയ്യുന്നത് ഉത്തമമാണ്. ഇല്ലെങ്കിൽ ജോലിയിൽ ഒരു സ്ഥിരത ഉണ്ടാവില്ല. മറ്റുള്ളവർക്ക് ജോലി ലഭിക്കാൻ ഇവർ സഹായിച്ചാൽ ഇവരുടെ ജോലിക്ക് ഭദ്രത ഉണ്ടാവും എന്നുള്ളതും ഉറപ്പുള്ള കാര്യമാണ്. എല്ലാവിധ ഐശ്വര്യങ്ങളും പൂരം നക്ഷത്രക്കാർക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.